നമസ്കാരം. അമേരിക്കയുമായി സിവിൽ ആണവ കരാർ രൂപപ്പെടുത്താൻ കഴിഞ്ഞതാണ് മൻമോഹൻ സിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്. അന്ന് CPM പിന്തുണയിലായിരുന്നു മൻമോഹന്റെ ഭരണം. ആര് പിന്തുണ പിൻവലിച്ചാലും താൻ കരാറുമായി മുന്നോട്ട് പോകുമെന്ന് മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞു. പിന്നീട് ആഗോള ശക്തിയായി ഇന്ത്യയെ മാറ്റുന്നതിൽ ഈ കരാർ വലിയ പങ്ക് വഹിച്ചു. കരാർ പ്രകാരം ഇന്ത്യക്ക് ആണവ വിതരണ ഗ്രൂപ്പിൽ ഇളവ് ലഭിച്ചു. സിവിലിയൻ, മിലിറ്ററി ആണവ പദ്ധതികൾ വേർതിരിക്കാനും ഈ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യാനും ഇന്ത്യക്ക് അനുമതി ലഭിച്ചു. ഇന്ന് കേരളത്തിൽ മാത്രമാണ് CPM ഭരണം രാജ്യത്തുള്ളത്. ആണവ വൈദ്യുതിക്ക് വേണ്ടി പിണറായി സർക്കാർ കരുക്കൾ നീക്കുന്നു. ഇതിന് രാജ്യത്തെ സജ്ജമാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരാണ്. ഒന്നാം UPA സർക്കാരിനുള്ള പിന്തുണ അന്ന് CPM പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ കൂടുതൽ ശക്തമായ ഇടതുപക്ഷം രാജ്യത്തുണ്ടാകുമായിരുന്നുവെന്നതാണ് വസ്തുത. ഒന്നാം UPA സർക്കാരിൻ്റെ തുടക്കത്തിൽ മൻമോഹന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളെല്ലാം കൈയടിച്ച് പിന്തുണച്ച CPM ആണവത്തിൽ കൈവിടുകയായിരുന്നു. ഇതോടെ BJP വിരുദ്ധ വോട്ട് ബാങ്ക് ഭിന്നിക്കപ്പെട്ടു. അതിൻ്റെ ഗുണം മോദി തരംഗത്തിൽ BJP ഉണ്ടാക്കിയെടുത്തു എന്നതാണ് വസ്തുത. 2008 ജൂലൈയിൽ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്ന വിവരം രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിനെ അറിയിച്ച ശേഷം രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശ് കാരാട്ടും ചന്ദ്രചൂഡനും AB ബർദനും ദേവബ്രത വിശ്വാസും അടങ്ങുന്ന ചിത്രം രാജ്യത്തെ ഇടതുപക്ഷ തകർച്ചയുടെ തുടക്കമായി വിലയിരുത്തുന്നു എന്നതാണ് വസ്തുത. ആണവ കരാറുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മൻമോഹൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ ജൂലൈ 8-ന് AKG ഭവനിൽ ഇടതു പാർട്ടികൾ യോഗം ചേർന്ന് തീരുമാനമെടുത്തു. 62 MPമാരുള്ള ഇടതു പാർട്ടികൾ പിന്തുണ പിൻവലിച്ചതോടെ UPA സർക്കാർ പ്രതിസന്ധിയിലായി. പിന്നീട് നടന്ന കരുനീക്കങ്ങൾക്കും സംഭവ ബഹുലതകൾക്കും ഒടുവിൽ ജൂലൈ 22-ന് പാർലമെന്റിൽ UPA സർക്കാർ വിശ്വാസ വോട്ട് നേടി. BJP അംഗങ്ങൾ ഉൾപ്പെടെ 9 പ്രതിപക്ഷ MPമാർ സർക്കാരിനെ പിന്തുണച്ച് വോട്ട് ചെയ്യുകയുണ്ടായി. വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തങ്ങൾക്ക് കോഴ ലഭിച്ചുവെന്ന് ആരോപിച്ച് BJP MPമാർ ലക്ഷങ്ങൾ വരുന്ന നോട്ടുകെട്ടുകൾ ലോക്സഭയിലെത്തി ഉയർത്തിക്കാട്ടുന്ന കാഴ്ച രാജ്യം ഞെട്ടിത്തെറിച്ച് കണ്ടുനിന്നു. അന്ന് രാജ്യത്തിന്റെ അധികാരം നിർണ്ണയിച്ചിരുന്ന CPMഉം ഇടതു പാർട്ടികളും ഇന്ന് രാജ്യത്ത് എത്തി നിൽക്കുന്നത് അതിജീവന പാതയിലാണ്. CPMന് കേരളത്തിൽ മാത്രമായി ഭരണം ഒതുങ്ങി. ഇതിന് കാരണം മൻമോഹൻ സിംഗിനുള്ള പിന്തുണ പിൻവലിച്ച് 2008-ലെ ചരിത്ര മണ്ടത്തരമാണെന്ന് കരുതുന്ന CPMകാരുമുണ്ട്. സാമ്പത്തിക പരിഷ്കരണത്തിനൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും മറ്റും പാവങ്ങളുടെ കണ്ണീരൊപ്പിയ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ. രാജ്യത്തിന്റെ ഊർജ്ജാവശ്യങ്ങൾ കുതിച്ചുയരുമെന്നും ആണവോർജ്ജം അനിവാര്യതയാണെന്നും മൻമോഹൻ അന്നേ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവിലേക്ക് CPM എത്തിയത് 2024 അതുകൊണ്ടാണ് കേരളത്തിലെ പിണറായി സർക്കാരും ആണവ വൈദ്യുതിക്കായി കരുക്കൾ നീക്കുന്നത്. 43 സീറ്റുകളുമായി 2004-ൽ രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായിരുന്ന CPMന് ഇന്ന് 4 ലോക്സഭാ അംഗങ്ങൾ മാത്രമാണുള്ളത്. മറ്റ് ഇടതു പാർട്ടികൾ അതിനേക്കാൾ ക്ഷയിച്ചിരിക്കുന്നു. 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന CPM ഇന്ന് കേരളത്തിൽ മാത്രമാണ് ഭരണത്തിലുള്ളത്. ബംഗാളിലും ത്രിപുരയിലും 2ാം സ്ഥാനത്ത് പോലുമില്ല. അധികാരമുള്ള കേരളത്തിൽ അവസാനമായി ഒറ്റ സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത്. തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ മത്സരിച്ചാണ് 2 സീറ്റുകൾ നേടിയെടുത്തത്. രാജസ്ഥാനിൽ കോൺഗ്രസ് പിന്തുണയിലും തമിഴ്നാട്ടിലും DMK പിന്തുണയ്ക്കുന്ന മുന്നണിയിലും കോൺഗ്രസിനും ഉണ്ടായിരുന്നു. ഇടതു പാർട്ടികളുടെയും CPMന്റെയും സുവർണ്ണ കാലഘട്ടമായിരുന്നു 2004. ഇടതു പാർട്ടികൾക്കാകെ 62 MPമാർ, CPMന് മാത്രം 43 ലോക്സഭാ അംഗങ്ങൾ. CPM ലോക്സഭാ ചരിത്രത്തിൽ നേടിയ ഏറ്റവും വലിയ നേട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ CPMനും CPIക്കും മുന്തിയ പരിഗണന അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ നൽകി. എന്നിട്ടും ആണവ കരാറിൽ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ മൻമോഹൻ വഴങ്ങിയില്ല. തുടർന്ന് CPMഉം CPIയും പിന്തുണ പിൻവലിച്ചു. അതും ഇടതുപക്ഷത്തിന്റെ ചരിത്ര മണ്ടത്തരമായി മാറിയെന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഒന്നാം UPA സർക്കാരിന് പിന്നിൽ CPMന്റെ റോൾ വലുതായിരുന്നു. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷം നേടാനായിരുന്നില്ല. BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് സഖ്യരൂപീകരണത്തിനുള്ള ചർച്ചകൾ നടന്നു. മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി CPM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജീതിനെ ആശ്രയിച്ചു. CPM നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, സൽമാൻ ഖുർഷിദ് എന്നിവർ ചേർന്ന് ഒരു പൊതു മിനിമം പരിപാടിക്ക് രൂപം നൽകിയാണ് ഒന്നാം UPA സർക്കാർ അധികാരത്തിലേറുന്നത്. സർക്കാരിൽ ചേരാൻ വിസമ്മതിച്ച CPM പുറത്തുനിന്ന് പിന്തുണ നൽകുകയാണ് ചെയ്തത്. എന്നാൽ മുതിർന്ന നേതാവ് സോമനാഥ് ചാറ്റർജിയെ സ്പീക്കറാക്കുന്നതിന് പാർട്ടി അനുമതി നൽകി. 3 വർഷത്തിനു ശേഷം ബന്ധം വഴിപിരിഞ്ഞപ്പോൾ സോമനാഥ് ചാറ്റർജി സ്പീക്കർ പദവി രാജിവെക്കാൻ തയ്യാറാകാതിരുന്നതും തുടർന്ന് അദ്ദേഹത്തെ CPM പുറത്താക്കിയതും ചരിത്രം. പക്ഷേ ഇതെല്ലാം ബംഗാളിൽ CPMനെ തകർത്തു എന്നതാണ് വസ്തുത.